Hello Susaman, welcome to Unseram 9 video. ഇന്ന് നമ്മൾ B2ന്റെ പുതിയ റിവിഷൻ സീരീസ് തുടങ്ങുകയാണ്. നിങ്ങൾ ഓൾറെഡി B2നെ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സീരീസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വൈറ്റേലിയ കണക്ടോറിനും ഗെനിറ്റീവ് പ്രിപ്പോസിഷനുമാണ്. ഇനിയുള്ള ബാക്കി എപ്പിസോഡ്സിൽ നമുക്ക് B2ന് ആവശ്യമുള്ള ബാക്കി ഗ്രാമാറ്റിക് ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സ്വൈറ്റേലിയ കണക്ടോറിനാണ്. നമ്മൾ A1 തൊട്ട് B1 വരെ കുറേ കണക്ടേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ഈ സ്വൈറ്റേലിയ കണക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി കണക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്? രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. നോർമലി നമ്മളൊരു കണക്ടർ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഹാഫ് സെറ്റ്സ് കൊടുക്കും, പിന്നെ അടുത്ത സെൻറ്റൻസിലായിരിക്കും നമ്മൾ കണക്ടർ യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്വൈറ്റേലിയ കണക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെൻറ്റൻസിൻ്റെ രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്യാനാണല്ലോ നമ്മൾ കണക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിനും കണക്ടറിൻ്റെ ഓരോ പാർട്ട് കാണും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സ്വൈറ്റേലിയ കണക്ടോറിൻ എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ സ്വൈറ്റേലിയ കണക്ടോറിൻ സെൻറ്റൻസസിൽ യൂസ് ചെയ്യുമ്പം ഈ രണ്ട് സെൻറ്റൻസിനും കണക്ടറിൻ്റെ ഓരോ പാർട്സ് ഉണ്ടായിരിക്കും. മൊത്തം 7 സ്വൈറ്റേലിയ കണക്ടേഴ്സ് ആണുള്ളത്. സ്വാറാബർ, നിഷ്ടുനുവ സോണ്ടർനോക്ക്, സോവോൾ അൾസോക്ക്, എൻഡ്വേഡർ ഓർഡർ, വേഡർനോക്ക്, ഐനസൈറ്റ്സ്, അന്തരസൈറ്റ്സ്, പിന്നെ ഏതസ്തോ. ഇങ്ങനെ 7 സ്വൈറ്റേലിയ കണക്ടേഴ്സ് ആണ് വരുന്നത്. ഓരോ സ്വൈറ്റേലിയ കണക്ടേഴ്സിനും റൂള് വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ B2ൻ്റെ ഷ്രൈബനോ എക്സ്പ്രഷനോ നമ്മളിത് യൂസ് ചെയ്യാൻ നേരം അതിൻ്റെ റൂള് അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് ജസ്റ്റ് ഒരു ബൈസ്പീൽ നോക്കാം. ഇപ്പോൾ 2 സെൻറ്റൻസ് എടുക്കാം. ഇഷ് ഹാബ് ഐൻ ഔട്ടോ, ഇഷ് ഹാബ് ഐൻ ഫാറാഡ്. ഇങ്ങനെ 2 സെൻറ്റൻസ് ഉണ്ട്. നോർമലി നമ്മൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടെന്ന് പറയുന്ന കണക്ടറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി A1 പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് നമുക്ക് സോവോൾ അൾസോ അല്ലെങ്കിൽ നമുക്ക് നിഷ്ടുനുവ സോണ്ടർനോക്ക് വെച്ചോ നമുക്ക് നോക്കാം. അപ്പോൾ വിഷ് ഹാബ്, സോവോൾ ഔട്ടോ, അൾസ് ഔക്ക്, ഫറാഡ് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നിഷ്ടുനുവ സോണ്ടർനോക്ക് വെച്ചും ഇത് യൂസ് ചെയ്യാൻ പറ്റും. വിഷ് ഹാബ്, നിഷ്ടുനുവർ ഔട്ടോ, സോണ്ടൺ ഔക്ക്, ഫറാഡ്. അപ്പോൾ നിഷ്ടുനുവർ അല്ലെങ്കിൽ സോണ്ടർനോക്ക് ഈ കണക്ടർ നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിഷ്ടുനുവർ സോണ്ടർനോക്കിന് കോമ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ സോവോൾ അൾസൊക്കെ യൂസ് ചെയ്യാൻ നേരം കോമ വരുന്നില്ല. അപ്പോൾ ഈ ഓരോ സ്വൈറ്റേലിയ കണക്ടേഴ്സിനും അതിൻ്റേതായ റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യാൻ നേരം അത് അപ്ലൈ ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. അപ്പം ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ മലയാളത്തിൽ നോക്കാം. അപ്പം എനിക്ക് ഒരു കാറുണ്ട്, അതുപോലെ തന്നെ എനിക്ക് ഒരു സൈക്കിൾ ഉണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ ജർമ്മനിൽ പറയുന്ന നേരം നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഇഷ് ഹാബ്, സോവോൾ ഔട്ടോ, അൾസ് ഔക്ക്, ഫറാഡ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളിത് മലയാളത്തിൽ പറയുമ്പം എനിക്ക് കാറ് മാത്രമല്ല എനിക്ക് ബൈക്കുമുണ്ട്. ഇങ്ങനെയാണ് നമ്മളിത് മലയാളത്തിൽ റിലേറ്റ് ചെയ്യുമ്പം നമുക്ക് ഈ സെൻറ്റൻസ് സ്വൈറ്റേലിയ കണക്ടർ വെച്ച് പറയാൻ പറ്റുന്നത്. ഓക്കെ, സ്വൈറ്റേലിയ കണക്ടേഴ്സ് നിങ്ങൾക്ക് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കിതിലെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നോർമലി നമ്മളൊരു സെൻറ്റൻസ് ജർമ്മനിലെ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ഈ സ്വൈറ്റേലിയ കണക്ടർ നമുക്ക് സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ നേരം അതിൻ്റേതായ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ സ്വൈറ്റേലിയ കണക്ടർ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ തേർഡ് പൊസിഷനിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ യൂസ് ചെയ്യാൻ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെർബ് പൊസിഷനാണ്. വെർബ് സെൻറ്റൻസിൽ ജർമ്മനിൽ നമ്മളൊരു സെൻറ്റൻസ് ബിൽഡ് ചെയ്യാൻ നേരം വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കും വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ബൈസ്പീൽ നമുക്ക് നിഷ്ടുനുവ സോണ്ടർനോക്ക് വെച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഷ് ഹാബ്, നിഷ്ടുനുവർ ഔട്ടോ. അവിടെ നിഷ്ടുനുവർ എവിടെയാണ് വന്നത്? തേർഡ് പൊസിഷനിലാണ് വന്നത്. ഇഷ് ഹാബ്, നിഷ്ടുനുവർ ഔട്ടോ, അവിടെ നമ്മളൊരു കോമ കൊടുക്കുക, അതിനുശേഷം സോണ്ടർനോക്ക്, ബാക്കി ഫറാഡ് പറയുക. ഇനി അഥവാ നിഷ്ടുനുവർ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. നിഷ്ടുനുവർ ഹാബ് ഇഷ് ഔട്ടോ, സോണ്ടൺ ഔക്ക്, ഫറാഡ്. അപ്പോൾ നിഷ്ടുനുവർ നമ്മൾ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ ഇടുമ്പോൾ എന്ത് ചെയ്യണം? അതിന് ശേഷം തന്നെ നമ്മൾ വെർബ് കൊണ്ടുവരണം. അതായത് വെർബ് എപ്പോഴും സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പൊസിഷനിലായിരിക്കും. അപ്പോൾ നിഷ്ടുനുവർ ഹാബ് ഇഷ് ഔട്ടോ, സോണ്ടൺ ഔക്ക്, ഫറാഡ്. ഇപ്പോൾ നമ്മൾ നിഷ്ടുനുവ സോണ്ടർനോക്കും സോവോൾ അൾസോ ഈ 2 സ്വൈറ്റേലിയ കണക്ടേഴ്സിൻ്റെയാണ് നമ്മൾ ബൈസ്പീൽ നോക്കിയത്. ഇനി അടുത്ത് നമുക്ക് സ്വാറാബറിൻ്റെ ബൈസ്പീൽ നോക്കാം. ഓൾറെഡി നമ്മൾ A1 അഡോസു കണക്ടേഴ്സിൽ ആബർ പഠിച്ചിട്ടുണ്ട്. ആബറിൻ്റെ വേറൊരു മോഡിഫൈഡ് വേർഷനാണ് സ്വാർ ആബർ. ഇംഗ്ലീഷിൽ ഇൻഡീഡ് ബട്ട് എന്ന് പറയും. നമ്മൾ നോർമലി ഈ സ്വാറാബർ യൂസ് ചെയ്യുന്നത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും, അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാറാബർ യൂസ് ചെയ്യുന്നത്. സോ നമുക്കൊരു ബൈസ്പീൽ നോക്കാം. ഫാസ്റ്റ് ഫുഡ് ഈസ്റ്റ് ലെക്കർ, ഫാസ്റ്റ് ഫുഡ് ഈസ്റ്റ് ഉൻഗെസൂണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ സ്വാറാബർ വെച്ച് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒന്നുകിൽ സ്വാറാബർ ഫസ്റ്റ് പൊസിഷനിൽ യൂസ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ നമുക്ക് തേർഡ് പൊസിഷനിൽ യൂസ് ചെയ്ത് പറയാം. സോ ഞാനിപ്പം തേർഡ് പൊസിഷനിൽ യൂസ് ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഫാസ്റ്റ് ഫുഡ് ഈസ്റ്റ് സ്വാർ ലെക്കർ, ആബർ ദസ് ഈസ്റ്റ് ഉൻഗെസൂണ്ട്. അപ്പം ഈ സ്വാറാബർ നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ നേരം ആബറിന് മുമ്പ് നമ്മൾ കോമ കൊടുക്കണം. എപ്പോഴും നമ്മളൊരു സെൻറ്റൻസിൽ കണക്ടർ യൂസ് ചെയ്യാൻ നേരം കണക്ടറിന് മുമ്പായിരിക്കും കോമ വരുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് ഫാസ്റ്റ് ഫുഡ് ടേസ്റ്റി ആണ്, പക്ഷേ അത് അൺഹെൽത്തി ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്വാറാബർ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി സ്വാറാബർ ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് വരുമ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്വാർ ഈസ്റ്റ് ഫാസ്റ്റ് ഫുഡ് ലെക്കർ,
aber das ist ungesund. അപ്പം എങ്ങനെ നോക്കിയാലും ഇപ്പം നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ ഈ കണക്ടർ യൂസ് ചെയ്താലും തേർഡ് പൊസിഷനിൽ യൂസ് ചെയ്താലും സെൻറ്റൻസിന് മീനിങ് വൈസ് മാറ്റമൊന്നും വരത്തില്ല. ഓക്കെ, ഇപ്പം നമ്മൾ എൻഡ് വേർഡ് ഓർഡറിൻ്റെ ബൈഷ്പിയിലാണ് നോക്കാൻ പോകുന്നത്. എൻഡ് വേർഡ് ഓർഡറിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയുവാണെങ്കിൽ ഐദർ ഓർ, മലയാളത്തിൽ ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത്, ഈ ഒരു മീനിങ് ആണ് എൻഡ് വേർഡ് ഓർഡറിന് വരുന്നത്. എൻഡ് വേർഡ് ഓർഡർ ഒന്നുകിൽ നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തേർഡ് പൊസിഷനിൽ യൂസ് ചെയ്യാം. എൻഡ് വേർഡ് ഓർഡർ നമ്മൾ സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ നേരം നമുക്ക് കോമയുടെ ആവശ്യം വരുന്നില്ല. നമുക്കെന്നാൽ അത് വെച്ചിട്ട് ഒരു ബൈഷ്പിയിൽ നോക്കാം. ഇഷ് ഗെയർ എൻഡ്വേഡർ ഇൻ സ്കീനോ ഓർഡർ ഇൻ ദേൻ പാർക്ക്. ഞാൻ ഒന്നുകിൽ കീനോയിൽ പോകും, അല്ലെങ്കിൽ ഞാൻ പാർക്കിൽ പോകും. അപ്പോൾ ഇതേ സെയിം സെൻറ്റൻസ് നമുക്ക് എൻഡ്വേഡർ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന രീതിയിൽ നോക്കാം. എൻഡ്വേഡർ ഗെയർ ഇഷ് ഇൻ സ്കീനോ ഓർഡർ ഇൻ ദേൻ പാർക്ക്. അടുത്ത സ്വൈറ്റലിയ കണക്ടറാണ് വേഡനോഹ്. വേഡനോഹിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ നൈദർ നോർ, അതായത് രണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ പറയാൻ നേരമാണ് നമ്മൾ വേഡനോഹ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. ഒരു ബൈഷ്പിയിൽ പറയുവാണെങ്കിൽ ഇഷ് ഹാബ് കൈൻ ഔട്ടോ ഇഷ് ഹാബ് കൈൻ ഫറാഡ്. എൻ്റെ കയ്യിൽ കാറും ഇല്ല, എൻ്റെ കയ്യിൽ ഫറാഡും ഇല്ല. അപ്പം രണ്ടും നെഗറ്റീവാണ്. അപ്പം ഇങ്ങനെ കൈൻ അല്ലെങ്കിൽ നിസ്റ്റ് രണ്ട് സെൻറ്റൻസിലും വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ വേഡനോഹ് വെച്ചിട്ട് കണക്ട് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇഷ് ഹാബ് വേഡർ ഔട്ടോ നോഹ് ഫറാഡ്. അപ്പോൾ നമ്മൾ ആ കൈൻ എന്ന് പറയുന്ന വാക്ക് ഈ സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരമാണ് നമ്മൾ ഈ വേഡനോഹ് എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കാറും ഇല്ല, എൻ്റെ കയ്യിൽ ഔട്ടോയും ഇല്ല. വേഡനോഹ് നമുക്ക് ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ തേർഡ് പൊസിഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ രീതിയിൽ നിന്ന് നോക്കാം. വേഡർ ഹാബ് ഇഷ് ഔട്ടോ നോഹ് ഫറാഡ്. അപ്പോൾ വേഡനോഹിനും നമുക്ക് കോമ വരുന്നില്ല. അപ്പം അടുത്ത സ്വൈറ്റലിയ കണക്ടറാണ് ഐനർ സൈഡ്സ് അന്തരർ സൈഡ്സ്. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുവാണെങ്കിൽ ഓൺ ദ വൺ ഹാൻഡ് ഓൺ ദ അതർ ഹാൻഡ്, ഈ ഒരു മീനിങ് ആണ് വരുന്നത്. അതായത് ഒരു കാര്യത്തിൻ്റെ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐനർ സൈഡ്സ് അന്തരർ സൈഡ്സ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐനർ സൈഡ്സ് അന്തരർ സൈഡ്സ് നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ നേരം കോമ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകിൽ തേർഡ് പൊസിഷനിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് പൊസിഷനിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ബൈഷ്പിയിൽ നോക്കാം. നമ്മൾ ഓൾറെഡി സ്വാറാബർ വെച്ചിട്ട് ഒരു ബൈഷ്പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദസ് ഫാസ്റ്റ് ഫുഡ് ഈസ്റ്റ് സ്വാർ ലെക്കർ aber das ist ungesund. അപ്പോൾ ഈ കാര്യം ഞാൻ ഐനർ സൈഡ്സ് അന്തർ സൈഡ്സ് വെച്ചിട്ട് ഒന്ന് പറഞ്ഞു തരാം. ഐനർ സൈഡ്സ് ഈസ്റ്റ് ഫാസ്റ്റ് ഫുഡ് ലെക്കർ, അന്തർ സൈഡ്സ് ഈസ്റ്റ് എസ് ungesund. അതായത് ഒരു വശത്ത് ഫാസ്റ്റ് ഫുഡ് ടേസ്റ്റിയാണ്, മറുവശത്ത് നോക്കുമ്പോൾ എന്താണ് അത് ungesund ആണ്, അൺഹെൽത്തി ആണ്. അപ്പോൾ ഈ സെൻറ്റൻസ് വരുന്നത് നമ്മൾ ഫസ്റ്റ് ആണ് ഐനർ സൈഡ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ തേർഡ് പൊസിഷനിലും ഐനർ സൈഡ്സ് വെച്ച് പറയാം. അന്തർ സൈഡ്സ് ചെയ്യുന്നതിന് മുമ്പ് കോമ കൊടുക്കണം, അതായത് കണക്ടറിന് മുമ്പ് കോമ കൊടുക്കുക. അന്തർ സൈഡ്സ് കഴിഞ്ഞാൽ ഉടനെ വെർബും വരും, അത് കഴിഞ്ഞിട്ടാണ് സബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഐനർ സൈഡ്സ് അന്തർ സൈഡ്സ് തേർഡ് പൊസിഷൻ വരുന്ന രീതി ഒന്ന് നോക്കാം. ദസ് ഫാസ്റ്റ് ഫുഡ് ഈസ്റ്റ് ഐനർ സൈഡ്സ് ലെക്കർ അന്തർ സൈഡ്സ് ഈസ്റ്റ് എസ് ungesund. അപ്പോൾ എങ്ങനെ നോക്കിയാലും സെൻറ്റൻസിന് മീനിങ് വൈസ് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. പക്ഷെ എന്താണ്, സെൻറ്റൻസ് സ്ട്രക്ചറിൽ വരുന്ന ഒരു മാറ്റം മാത്രമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഐനർ സൈഡ്സ് അന്തർ സൈഡ്സ് ഫസ്റ്റ് പൊസിഷനിലും യൂസ് ചെയ്യാൻ പറ്റും, തേർഡ് പൊസിഷനിലും യൂസ് ചെയ്യാൻ പറ്റും. മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യം കോമയുള്ളൊരു കണക്ടറാണ് ഐനർ സൈഡ്സ് അന്തർ സൈഡ്സ്. അപ്പം ലാസ്റ്റ് സ്വൈറ്റലിയ കണക്ടറാണ് ഏതെസ്തോ. ഏതെസ്തോൻ്റെ ഇംഗ്ലീഷ് മീനിങ് നോക്കാൻ നേരം ദ ഈ ഒരു മീനിങ് ആണ് വരുന്നത്. അത് നമുക്ക് മലയാളത്തിൽ നോക്കാൻ നേരം എത്രത്തോളം അത്രത്തോളം. ഇപ്പോൾ ജസ്റ്റ് ഒരു ബൈഷ്പിയിൽ മലയാളത്തിൽ പറയുവാണെങ്കിൽ എത്രത്തോളം നന്നായിട്ട് പഠിക്കുന്നു അത്രത്തോളം നല്ല മാർക്ക് നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത്. അപ്പം ഏതെസ്തോ നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യണമെങ്കിൽ കോമ്പറാറ്റീവ് ഫോമിലുള്ള ഒരു അഡ്ജക്റ്റീവ് മസ്റ്റായിട്ടും വേണം. അതാണ് ഏതെസ്തോൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ഏതെസ്തോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏതെസ്തോ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് എ എന്ന് പറയുന്ന ആ വാക്ക് കൊടുക്കുക, അതിനുശേഷം നമ്മൾ കോമ്പറാറ്റീവ് ഫോമിലുള്ള ഒരു അഡ്ജക്റ്റീവാണ് യൂസ് ചെയ്യുന്നത്. ആ ഫസ്റ്റ് സെൻറ്റൻസിലെ വെർബ് എപ്പോഴും അമെൻഡയിലായിരിക്കും പോകുന്നത്. ജസ്റ്റ് ഒരു ബൈഷ്പിയിൽ പറയുവാണെങ്കിൽ എ മേർ വിയ ലാർനൻ, എ മെയർ വിയർ ലാറൻ. എ വന്നു, അതിനുശേഷം നമ്മൾ എന്താണ് കോമ്പറാറ്റീവ് ഫോമിലുള്ള അഡ്ജക്റ്റീവ് വന്നു, അതാണ് മെയർ. അതിനുശേഷം സബ്ജക്റ്റ്, ലാസ്റ്റ് നമുക്ക് വെർബ് കോൺജുഗേറ്റ് ചെയ്ത് പോയി. അതിനുശേഷം കോമ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ദെസ്തോ കൊടുക്കുന്നത്. അതിനുശേഷം വേറൊരു കോമ്പറാറ്റീവ് ഫോമിലുള്ള അഡ്ജക്റ്റീവ് വരും. എ മെയർ വിയർ ലാർനൻ, ദെസ്തോ മെയർ ബെക്കോമൻ വിയർ നോട്ടൺ. അപ്പോൾ എത്രത്തോളം നന്നായി പഠിക്കുന്നോ അത്രത്തോളം നല്ല മാർക്ക് നമുക്ക് കിട്ടും. നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ സ്വൈറ്റലിയ കണക്ടേഴ്സിൻ്റെയും സ്ട്രക്ചേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചെക്ക് ചെയ്താൽ മതി. ഈ വീഡിയോസിൽ നമ്മൾ എല്ലാ പോയിന്റും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ എപ്പിസോഡ്സ് കൂടുതലും എക്സാമിൻ്റെ സമയത്ത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള വീഡിയോസാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗെനറ്റീവ് പ്രിപ്പോസിഷൻ ആണ്. ഫസ്റ്റ്
നമുക്ക് ഗെനറ്റീവ് പ്രിപ്പോസിഷൻ നോക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു പ്രിപ്പോസിഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒരു നൗണിന് മുമ്പോ അല്ലെങ്കിൽ ഒരു പ്രൊനോമിന് മുമ്പോ നമ്മൾ കൊടുക്കുന്ന ഒരു പൊസിഷനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. A1 തൊട്ട് നമ്മൾ കുറേ പ്രിപ്പോസിഷൻസ് പഠിച്ചിട്ടുണ്ട്. അക്യൂസാറ്റീവ്, ഡാറ്റീവ്, വെക്സൽ, ഇങ്ങനെ കുറേ പ്രിപ്പോസിഷൻസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രിപ്പോസിഷനാണ് ഗെനറ്റീവ് പ്രിപ്പോസിഷൻ. അപ്പോൾ നമ്മൾ സെൻറ്റൻസിൽ ഏതൊരു പ്രിപ്പോസിഷൻ യൂസ് ചെയ്താലും അത് കഴിഞ്ഞിട്ട് വരുന്ന നൗണിനെ ആ പ്രിപ്പോസിഷൻ്റെ കേസിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് ഒരു ബൈസ്പീൽ പറയുവാണെങ്കിൽ ഫ്യോർ ഒരു അക്യൂസാറ്റീവ് പ്രിപ്പോസിഷൻ ആണ്. നമ്മൾ ഫ്യോർ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ നേരം അത് കഴിഞ്ഞിട്ട് ഒരു നൗണോ പ്രൊനോമനോ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അക്യൂസാറ്റീവ് കേസിൽ ആക്കണം. ഇപ്പോൾ ജസ്റ്റ് ഒരു ബൈസ്പീൽ നോക്കാം. ഇഷ് കൗഫ് ഐനൻ കൂലി ഫ്യോർ മൈനൻ ബ്രൂഡർ. അപ്പം ഇതിൽ എന്തുകൊണ്ടാണ് മൈനൻ ബ്രൂഡർ എന്ന് വന്നത്? കാരണം ഫ്യോർ ഒരു അക്യൂസാറ്റീവ് പ്രിപ്പോസിഷൻ ആണ്. അപ്പോൾ ദയർ ബ്രൂഡർ എന്നുള്ളത് നമ്മൾ എന്താക്കി? ദേൻ ബ്രൂഡർ ആക്കി. അതിൽ പൊസസീവ് ആർട്ടിക്കിളിൽ മൈൻ ബ്രൂഡർ എന്നുള്ളത് എന്തായി? മൈനൻ ബ്രൂഡർ ആയി. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു സെൻറ്റൻസിൽ ഡാറ്റീവ് പ്രിപ്പോസിഷനോ വെക്സൽ പ്രിപ്പോസിഷനോ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കേസ് അനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഗെനറ്റീവ് പ്രിപ്പോസിഷൻ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോഴും ഗെനറ്റീവ് കേസിൽ അത് കഴിഞ്ഞ് വരുന്ന ഒരു നൗണിനെയോ പ്രൊനോമിനെയോ നമ്മൾ മാറ്റി കൊടുക്കുന്നത്. ഗെനറ്റീവ് പ്രിപ്പോസിഷൻ നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗെനറ്റീവിൽ നമുക്ക് 2 ആർട്ടിക്കിൾസ് ആണ് വരുന്നത്. ദേസ്, ദെയർ, ഇങ്ങനെ 2 ആർട്ടിക്കിൾസ് ആണ് വരുന്നത്. ഒരു നൗണിൻ്റെ ആർട്ടിക്കിൾ മസ്കുലിനോ അല്ലെങ്കിൽ നോട്രമോ ആണെങ്കിൽ, അതായത് ദെയറോ ദസ്സോ ആണെങ്കിൽ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യേണ്ടത് ദേസ് ആയിട്ടാണ്. അത് മാത്രമല്ല നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നോമൻ്റെ ലാസ്റ്റിൽ നമ്മൾ എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്ത് കൊടുക്കണം. ഗെനറ്റീവ് കേസിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം എല്ലാ നൗൺസിനും നമ്മൾ എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്ത് കൊടുക്കത്തില്ല. ഏതൊരു നൗണിനാണ് ആർട്ടിക്കിൾ ദെയർ അല്ലെങ്കിൽ ദസ് വരുന്നത് ഈ നൗൺസിന് മാത്രമായിരിക്കും നമ്മൾ അതിൻ്റെ ആർട്ടിക്കിളും ചേഞ്ച് ചെയ്യണം. അത് കൂടാണ്ട് നൗണിൻ്റെ എൻഡിങ്ങിൽ എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ നൗണിലുള്ള സിലബിൾസ് നോക്കിയിട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി ഗെനറ്റീവ് പ്രിപ്പോസിഷൻസ് കുറേ ഉണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ഗെനറ്റീവ് പ്രിപ്പോസിഷൻസും അതിൻ്റെ ബൈസ്പീലും ഇന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഗെനറ്റീവ് പ്രിപ്പോസിഷൻസ് ആണ് വേഗൻ, ലൗട്ട്, വേരൻറ്റ്, ട്രോട്സ്, സ്റ്റട്ട്. ഇത് ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ഗെനറ്റീവ് പ്രിപ്പോസിഷൻസ്. അപ്പോൾ ഇത് വെച്ചിട്ടൊക്കെ നമുക്കൊരു ബൈസ്പീൽ നോക്കാം. ഫസ്റ്റ് പ്രിപ്പോസിഷൻ ആണ് വേഗൻ. വേഗൻ്റെ മീനിങ് വരുന്നത് ഡ്യൂ ടു അല്ലെങ്കിൽ ബിക്കോസ് ഓഫ്. വേഗൻ ദേസ് ഉൻവെറ്റേഴ്സ് വുർഡ് ദസ് സ്പീൽ ഫെർഷോബൻ. അപ്പോൾ ഉൻവെറ്ററിൻ്റെ മീനിങ് വരുന്നത് ബാഡ് വെതർ ആണ്. അപ്പോൾ ഇതിൻ്റെ ആർട്ടിക്കിൾ ദസ് ഉൻവെറ്റർ എന്നാണ്. പക്ഷേ നമ്മൾ ഗെനറ്റീവ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തുകൊണ്ട് ദസ് നമ്മൾ എന്താക്കി? ദസിനെ നമ്മൾ ദേസ് ആക്കി. അതുപോലെ തന്നെ ഉൻവെറ്ററിൻ്റെ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ സിലബിൾ നോക്കിയിട്ട് എസ് ആഡ് ചെയ്ത് കൊടുത്തു. വേഗൻ ദേസ് ഉൻവെറ്റേഴ്സ് വുർഡ് ദ സ്പീൽ ഫെർഷോബൻ. ബാഡ് വെതർ കാരണം മാച്ച് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ ഇതൊരു പാസീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഫെർഷീബൻ എന്ന് പറയുന്ന വേർബിൻ്റെ പാർട്ടിസിപ്പ് സൈഫോം ആണ് ഫെർഷോബൻ. അതിൻ്റെ മീനിങ് ടു പോസ്റ്റ്പോൺ. അപ്പോൾ ബാഡ് വെതർ കാരണം മാച്ച് പോസ്റ്റ്പോൺ ചെയ്തു. അടുത്ത പ്രിപ്പോസിഷൻ ആണ് വേരൻറ്റ്. വേരൻറ്റിൻ്റെ മീനിങ് ആണ് ഡ്യൂറിങ്. അപ്പം ഇതിൻ്റെ ഒരു ബൈസ്പീൽ നോക്കുവാണെങ്കിൽ വേരൻറ്റ് ദെയർ റൈസ് ഹാബർ ഈഷ് ഫീൽ ലോയിറ്റ് കെനൻ ഗലണ്ട്. അപ്പോൾ റൈസ് എന്ന് പറയുന്ന നൗണിൻ്റെ ആർട്ടിക്കിൾ ദീ ആണ്. പക്ഷേ നമ്മൾ ഗെനറ്റീവ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ദീനെ ദെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ വേരൻറ്റ് ദെയർ റൈസ് ഹാബർ ഈഷ് ഫീൽ ലോയിറ്റ് കെനൻ ഗലണ്ട്. അപ്പം നമ്മൾ റൈസിൻ്റെ സമയത്ത് കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. അപ്പോൾ ദീ റൈസ് എന്നുള്ളത് നമ്മൾ ഗെനറ്റീവ് ആയതുകൊണ്ട് ദെയർ റൈസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. അടുത്ത പ്രിപ്പോസിഷനാണ് സ്റ്റട്ട് അല്ലെങ്കിൽ അൺസ്റ്റട്ട്. ഇതിൻ്റെ മീനിങ് വരുന്നത് ഇൻസ്റ്റെഡ് ഓഫ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബൈസ്പീൽ നോക്കുവാണെങ്കിൽ സ്റ്റട്ട് ദേസ് ഔട്ടോസ് ഫെർവെൻറ്റ് ഈഷ് ഫറാഡ്. ഔട്ടോൻ്റെ ആർട്ടിക്കിൾ ദസ് ആണ് വരുന്നത്. പക്ഷേ നമ്മൾ സ്റ്റട്ട് എന്ന് പറയുന്ന ഗെനറ്റീവ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾ നമ്മൾ ദേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഔട്ടോൻ്റെ സിലബിൾ നോക്കിയിട്ട് നമ്മൾ എസ്സും കൂടെ എൻഡിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റട്ട് ദേസ് ഔട്ടോസ് ഫെർവെൻറ്റ് ഈഷ് ഫറാഡ്. കാറിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ഫറാഡ് ആണ്. അപ്പം ഫെർവെൻ്റ് എന്ന് പറയുന്നത് ബെനൂട്ട്സ് എന്ന് പറയുന്ന വെർബിൻ്റെ വേറൊരു സിനോണിമാണ്. സ്റ്റട്ട് ദേസ് ഔട്ടോസ് ഫെർവെൻറ്റ് ഈഷ് ഫറാഡ്. അടുത്ത ഗെനറ്റീവ് പ്രിപ്പോസിഷൻ ആണ് ലൗട്ട്. ലൗട്ടിൻ്റെ മീനിങ് വരുന്നത് അക്കോർഡിംഗ് ടു. ജസ്റ്റ് ഒരു ബൈസ്പീൽ നോക്കുവാണെങ്കിൽ ലൗട്ട് ദെയർ സ്റ്റഡി സ്റ്റൈക്ട് ദി പ്രൈസ്. അതിൻ്റെ മീനിങ് വരുന്നത് പഠനങ്ങൾ പ്രകാരം പ്രൈസസ് വർദ്ധിച്ചു വരുന്നു. ഈ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രിപ്പോസിഷൻസ് ഒക്കെ നമ്മുടെ എക്സ്പ്രഷനിലെ തേമ പ്രസൻറ്റാക്ഷനും അതുപോലെ തന്നെ സ്റ്റൈൽമെൻറ്റിലും യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. അടുത്ത ഗെനറ്റീവ് പ്രിപ്പോസിഷൻ ആണ് ട്രോട്സ്. ട്രോട്സിൻ്റെ മീനിങ് വരുന്നത് ഇൻസ്പൈറ്റ് ഓഫ്. നമ്മൾ ഓൾറെഡി ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു കണക്ടർ പഠിച്ചിട്ടുണ്ട്, ട്രോട്സ്റ്റം. എന്നിരുന്നാലും ആ ഒരു മീനിങ് ആണ് ഓൾമോസ്റ്റ് ട്രോട്സ് എന്ന് പറയുന്ന ഈ പ്രിപ്പോസിഷന് വരുന്നത്. ഇതിൻ്റെ ജസ്റ്റ് ഒരു ബൈസ്പീൽ നോക്കുവാണെങ്കിൽ ട്രോട്സ് ദേസ് ഉൻവെറ്റേഴ്സ് ഗെയ ഇഷ് സുവർ ഷൂള്. മോശം വെതർ ആയിരുന്നിട്ടും ഞാൻ സ്കൂളിൽ പോവാണ്. നോർമലി മോശം വെതർ ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകത്തില്ല. അതായത്
നോർമലി നടക്കുന്ന ഒരു സിറ്റുവേഷൻ്റെ ഓപ്പോസിറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രോട്ട്സ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്നത്. സോ ട്രോട്ട്സ് ഡേസ് ഉൻവെറ്റേഴ്സ് ഗെയർ ഇഷ് zur Schule. ഈ 2 ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൻ്റെ കാര്യത്തിലോ എക്സാംസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻസിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തംസ് അപ്പ് ഇട്ടാൽ മതി. ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ച്യൂസ്.